കേരളത്തിൻ്റെ സാമ്പത്തിക ഭൗതിക വികസനത്തിന് വലിയ സംഭാവന നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി എന്ന് എല്ലാ ജനങ്ങളും ഇന്ന് മനസ്സിലാക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടന്നു വരികയാണ്. കേരളം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും സാധാരണഗതിയിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഇരട്ടി വികസനമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായത് എന്ന് ഇന്ന് കേരള ജനത തിരിച്ചറിയുകയാണ്. എത്രയോ നാളുകളായി മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം അടക്കം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വട്ടിയൂർക്കാവിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഏറിയ കൂറും എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം എത്രയോ നാളുകളായി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ്. അത് യാഥാർത്ഥ്യമാകുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 666 കോടി രൂപ ഇതിനുവേണ്ടി കിഫ്ബി ചെലവിടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഒന്നാം റീച്ചിൻ്റെ മുഴുവൻ ഭൂമിയുടെയും വില ഇതിനോടകം നൽകിക്കഴിഞ്ഞു. DPR ഉൾപ്പെടെ അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പേർക്കട മേൽപ്പാലം ഏതാണ്ട് 106 കോടി രൂപ അതിനുവേണ്ടി ചെലവിടുകയാണ്. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങളാണ് ഒന്ന് ജനറൽ ആശുപത്രി. ദിനം പ്രതി 2000-ന് മുകളിൽ OP ഉള്ള ഈ ഹോസ്പിറ്റലിൻ്റെ മാസ്റ്റർ പ്ലാൻ ഏതാണ്ട് 137 കോടി രൂപയ്ക്ക് കിഫ്ബി ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി നൽകിയിരിക്കുകയാണ്. മാനസികാരോഗ്യ കേന്ദ്രം മൂളമ്പാറയിൽ അത് 93 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ DPR ഉൾപ്പെടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ കിഫ്ബിയുടെ പദ്ധതി സഹായത്തോടു കൂടിയാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, മറ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ എല്ലാ നിർമ്മാണം ഇതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം.
വട്ടിയൂർക്കാവ് മാത്രമല്ല കേരളത്തിൽ പൊതുവിൽ കിഫ്ബിയുടെ സഹായത്തോടുകൂടി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഇതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളും പല കോണുകളിൽ നടക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. അത്തരം ശ്രമങ്ങളെ കൂട്ടായി ചെറുക്കാൻ വേണ്ടി കൂടി കേരള ജനത മുന്നോട്ട് വരണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. 25 വർഷങ്ങൾ പിന്നിടുന്ന കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്കിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കേരള വികസനത്തിന് കിഫ്ബിക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.